മാനന്തവാടി പടമല ഭാഗത്ത് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ശ്രീ അജീഷ് പനശ്ശീലിൻ്റെ കുടുംബത്തിൻ്റെ വേദനയിൽ മാനന്തവാടി രൂപത സർവാത്മന അനുശോചനം അറിയിക്കുകയും ആ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ അജീഷ് പനശ്ശീലിൻ്റെ വിയോഗം സൃഷ്ടിച്ചിരിക്കുന്ന വലിയ ഒരു വിടവ്, പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ടും കുടുംബത്തിലെ വരുമാന സ്രോതസ് നിന്നു പോകുന്ന സാഹചര്യമൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് മാനന്തവാടി രൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗങ്ങളായ വയനാട് സോഷ്യൽ സർവീസ് സൊസൈറ്റിയും ബയോവിൻ അഗ്രോ റിസർച്ചും സംയുക്തമായിട്ട് മാനന്തവാടി രൂപതയുടെ ഒരു ചെറിയ സഹായം 10 ലക്ഷം രൂപയുടെ സഹായം പ്രഖ്യാപിക്കുകയും അത് അദ്ദേഹത്തിൻ്റെ മൈനറായിട്ടുള്ള 2 കുഞ്ഞുങ്ങളുടെ പേരിൽ മാനന്തവാടിയിൽ തന്നെയുള്ള ഏതെങ്കിലും ബാങ്കിൽ നിക്ഷേപിക്കുവാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമെടുത്തിരിക്കുകയാണ്. കുട്ടികൾക്ക് പ്രായപൂർത്തിയാകുന്ന മുറയ്ക്ക് ഈ തുക പിൻവലിച്ച് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുവാനായിട്ടുള്ള സാധ്യതയാണുള്ളത്. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്വം നമ്മൾ തിരഞ്ഞെടുക്കുന്ന ജനാധിപത്യ പ്രക്രിയയിലൂടെ തിരഞ്ഞെടുക്കുന്ന ഗവൺമെൻറ്റിനാണുള്ളത്. ഗവൺമെൻറ് ഈ ഉത്തരവാദിത്വം ഇതുപോലുള്ള അടിയന്തര സാഹചര്യങ്ങളിൽ ഒട്ടും തന്നെ കാലവിളംബം വരുത്താതെ നടപ്പിലാക്കിയെങ്കിൽ മാത്രമേ ഉള്ളൂ ജനങ്ങൾക്ക് ഈ സംവിധാനങ്ങളിലെ വിശ്വാസം നിലനിൽക്കുകയുള്ളൂ. അല്ലാത്ത സാഹചര്യത്തിൽ ജനങ്ങൾ തന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള ഇതുപോലുള്ള പ്രതിരോധ ശക്തികളുടെ വന്യമൃഗങ്ങൾക്കെതിരെ പ്രതികരിക്കുവാനായിട്ട് നിർബന്ധിതരായി മാറുന്ന സാഹചര്യങ്ങളുണ്ടാകും. വനംവകുപ്പ് മൃഗങ്ങളെ സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യർക്ക് സംരക്ഷണം കൊടുക്കുവാൻ വേണ്ടിയിട്ടുള്ള ഉത്തരവാദിത്വമുണ്ട്. ജനങ്ങളുടെ ഭരണഘടനാപരമായിട്ടുള്ള അവകാശമാണ് സ്വന്തമായിട്ട് കൃഷി ചെയ്യുവാൻ വേണ്ടിയിട്ടും അവനവകാശപ്പെട്ട ഭൂമിയിൽ തലമുറകളോളം ജീവിക്കുവാൻ വേണ്ടിയിട്ടുള്ള അവകാശം. അവിടെ കടന്നു കയറുന്ന ഏതൊരു കടന്നുകയറ്റത്തെയും ശക്തമായിട്ട് എതിർക്കുവാൻ വേണ്ടിയിട്ടുള്ള കർമ്മപദ്ധതികൾക്ക് അതിനുവേണ്ടി നേതൃത്വം കൊടുക്കുന്നതിനും മാനന്തവാടി രൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗങ്ങൾക്ക് ഒരു മടിയുമില്ലാതെ ചെയ്യേണ്ടതായിട്ട് വരികയും ജനങ്ങൾ സംഘടിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങളിൽ നിന്ന് ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് വേണ്ടത്ര മുൻകരുതലെടുത്തേ മതിയാവുകയുള്ളൂ. വളരെ പ്രത്യേകമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇതുപോലുള്ള ദുരന്തങ്ങൾ സംഭവിച്ചു കഴിയുമ്പോൾ വിലപേശലിൽ കൂടെ മാത്രമേ ഉള്ളൂ ഒരു സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾ, ന്യായമായ ആവശ്യങ്ങൾ പരിഗണിക്കപ്പെടുകയുള്ളൂ എന്നുള്ള ആ ഒരു സ്ഥിതിവിശേഷം ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. തികഞ്ഞ അനാസ്ഥ ബന്ധപ്പെട്ട വിഭാഗങ്ങളുടെ വശത്തു നിന്നുണ്ടായി എന്ന് നിസ്തർക്കം നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. ഇതിനോടുള്ള ശക്തമായിട്ടുള്ള പ്രതിഷേധവും കൂടിയാണ് ഈ സമ്മേളനത്തിൽ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ആ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുകയും ആവശ്യമായിട്ടുള്ള എല്ലാ പിന്തുണയും അവർക്ക് മാനന്തവാടി രൂപതയുടെ നേതൃത്വം വാഗ്ദാനം നൽകുകയും ചെയ്യുകയാണ്.